ഇത് എഫേസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എഫേസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എഫേസ്യർ 3:16. അതൊന്ന് വായിക്കണം. എഫേസ്യർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. മതി. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ വേറൊരു വേർഷൻ ഇങ്ങനെയാണ്: ദൈവം അവിടുത്തെ തേജസ്സേറിയ ധനത്തിനനുസൃതമായി അവിടുത്തെ ആത്മാവിൽ നിങ്ങളുടെ ആന്തരികത്തെ ശക്തിപ്പെടുത്തണമെന്ന്. സ്തോത്രം. അതായത് ഒരകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് എങ്ങനെയാണ്, ഏതൊരളവിലാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു വാചകമാണ് അപ്പോസ്തലൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ തേജസ്സേറിയ ധനത്തിനനുസൃതമായിട്ട് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. സ്തോത്രം. എന്താണ് ദൈവത്തിന്റെ മഹത്വം എന്ന് നമ്മൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ അതിനോട് ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. അത് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, അതോടൊപ്പം ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയെ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവിക മഹത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ. ദൈവം, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ദൈവം നമ്മളുടെ കൃപ ധാരാളം നമ്മളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന വചനം പറയുന്നുണ്ട്. കൃപ എന്ന് പറയുന്ന ദൈവിക മഹത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. സ്തോത്രം. നമുക്ക് മാനസിക നിലയിൽ നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ ഒരു പ്രാവശ്യം കഴിയും, 2 പ്രാവശ്യം കഴിയും, 3 വട്ടം കഴിയും, 4 വട്ടം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. നമുക്ക് പിന്നെ ക്ഷമിക്കാൻ കഴിയത്തില്ല. അത് മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗം. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ അത് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്, സ്വഭാവ സവിശേഷത ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇതാദ്യം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ തേജസ് എന്തോ ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീൽ ആണ് ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ പറയുന്ന ആ വാചകം അതങ്ങനെ അർത്ഥം അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് അവിടെ മഹത്വത്തിന്റെ തേജസ് എന്ന് പറയുന്നത് ദൈവം നമ്മളിലേക്ക് ഇട്ടുതരുന്ന, നമ്മളിലേക്ക് ധാരാളമായി പകരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ചില സവിശേഷതപരമായ സ്വഭാവങ്ങൾ, സവിശേഷതകൾ. അതായത് നമ്മൾ ഈ ഒരു സവിശേഷകരമായ സ്വഭാവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇതിനെ കാണാൻ കഴിയത്തില്ല, നമുക്കിതിനെ അറിയാൻ കഴിയും. പക്ഷെ ഇതിനെ എങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ചോദ്യം. നമ്മൾ ഒത്തിരി വായിച്ച ആൾക്കാരായത് ഒരുപാട് വായിച്ചിട്ടുണ്ട്, നമുക്ക് പലതും മനസ്സിലായിട്ടില്ല. ചിലത് മനസ്സിലാവുമ്പോൾ മനസ്സിലായപ്പോൾ ഇത് എങ്ങനെയാ നമ്മൾ അപ്ലൈ ചെയ്യുക, എന്താണ് ഈ മഹത്വം എന്ന് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ദൈവത്തിന്റെ ആത്മാവിന്, അതായത് ഈ ഒരു മഹത്വം നമ്മളിലേക്ക് ദൈവം വിട്ടു തരുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളിത് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ഉത്തമ ഉദാഹരണമാണ് നമുക്കത്. യേശു കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ പോയി ചെന്നിട്ട് യേശു കർത്താവ് വിളിക്കുന്ന ഒരു വാക്ക്, ആ ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എങ്ങനെ യേശു കർത്താവ് ഇത് അപ്ലൈ ചെയ്യുന്നത്? അതായത് യേശു കർത്താവ് ഭൂമി ജീവിക്കുമ്പോൾ ദൈവമായിട്ടല്ല ജീവിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ചല്ല ഇവിടെ ജീവിച്ചത്. ദൈവത്തിന്റെ മഹത്വത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം പറയുന്ന പോലെ അനുസരിച്ച് ജീവിച്ച ജീവിതമാണ് യേശു കർത്താവിന് ഇത് ഭൂമിയിൽ ജീവിച്ചപ്പോൾ. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് യേശു കർത്താവിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്? അതായത് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെ യേശു കർത്താവ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്? യേശു കർത്താവിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ദൈവം എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിയുകയും ദൈവം എന്താണോ ഹൃദയത്തിൽ ആഗ്രഹിച്ചത് അതുപോലെ ആക്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. മനസ്സിലായല്ലോ അല്ലെ? എന്താണോ ദൈവം അവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതേപോലെ യേശു കർത്താവ് ആക്ട് ചെയ്തു. അതായത് ദൈവത്തിന്റെ ഹൃദയം എന്താണോ, എന്തിനു വേണ്ടി തുടിച്ചുവോ അതേപോലെ യേശു കർത്താവ് ചെയ്യുവാൻ തന്നെ സമർപ്പിച്ചു കൊടുത്തു. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു 12 വയസ്സുള്ള ഒരു ബാലിക മരിച്ചു കിടന്നപ്പോൾ അവിടെ സുമ പറഞ്ഞതുപോലെ അവിടെ ആ അന്തരീക്ഷത്തെ കളയുന്ന വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട് അന്തരീക്ഷത്തിന് സഹായകമാകുന്ന ചില വ്യക്തികളെ കൂടെ കൂട്ടിയിട്ട്, അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവമഹത്വം വെളിപ്പെടാനുള്ള മറ്റൊരു സാഹചര്യമാണ്. അതായത് അങ്ങനെയുള്ള ചിലരെ കൂട്ടി വരുത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പന്റെ ഹൃദയം എന്താണോ
അവിടെ നിന്ന് അപ്പന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ സംഭവത്തെ നോക്കി കാണുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ സംഭവത്തെ നോക്കി കാണുന്നത്. എന്നിട്ട് ദൈവത്തിന്റെ ആഗ്രഹം നാവിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുന്നത്. അവിടെയാണ് ആ കുഞ്ഞ് എഴുന്നേൽക്കുന്നത്. സ്തോത്രം. ഹാലലൂയ. അത് അതിനുള്ള വിശ്വാസം ഉണ്ടായിരുന്ന കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അവരെ കൂടെ കൂട്ടി യേശു കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുത്തി കൊടുക്കുക. അവിടെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അല്ലാതെ യേശു കർത്താവിന്റെ ദൈവത്തിന്റെ ശക്തി കൊണ്ടല്ല യേശു കർത്താവ് അത് ചെയ്തത്. മറിച്ച് തന്നുള്ള പരിശുദ്ധാത്മാവിനാലാണ് യേശു കർത്താവ് ചെയ്തത്. പരിശുദ്ധാത്മാവിനാൽ അപ്പന്റെ ഹൃദയം, അതായത് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയും എന്താണോ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയുമായിരുന്നു കർത്താവ് ചെയ്തത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളത് നോക്കി കാണേണ്ടത് ദൈവത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കി കാണാൻ നമ്മൾ അതിനെ ശീലിക്കണം. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ മക്കളെന്നും പുത്രനെന്നും പുത്രിയെന്നും നമ്മൾ നമ്മളെയൊക്കെ അഭിമാനിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളൊരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായി പൊക്കോട്ടെ, സന്തോഷമായി പൊക്കോട്ടെ, ബന്ധങ്ങളായി പൊക്കോട്ടെ, ദൈവത്തെ ആരാധിക്കുന്ന രീതി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളതിനെ ഫേസ് ചെയ്യണം. നമ്മളതിനെ കാണേണ്ടത് ദൈവം ഇതിനെ എങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കൂടെ പറയുന്നത് പോലെ ഒരു സിംഹത്തിന്റെ കുഞ്ഞ് ഒരു സിംഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, അവന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയത്തെ നോക്കിക്കാണുന്ന സിംഹത്തിന്റെ അറ്റിറ്റ്യൂഡിലായിരിക്കും. നമുക്കറിയാം, സിംഹത്തെക്കാട്ടി വലിയ കഴിവും ശക്തിയുള്ള മൃഗമാണ് കടുവ. പക്ഷെ പലപ്പോഴും കടുവ സിംഹത്തിന് മുമ്പിൽ ഓടിപ്പോകാറുണ്ട്. അത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. കടുവയ്ക്ക് അറിയാം അവൻ ഒറ്റയ്ക്കാണ്. സിംഹം കൂട്ടമായി നടക്കുന്ന ജീവിയാണ്. അപ്പൊ സിംഹത്തിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് സിംഹത്തിന് ബോധ്യമുണ്ട്. കടുവയ്ക്ക് കഴിവ് ശക്തി കൂടുതലാണെങ്കിലും ആ കഴിവിനെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും പക്ഷെ പലപ്പോഴും അവരുടെ യൂണിറ്റിയിൽ കടുവയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല. കടുവയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കടുവ മാറിപ്പോകുന്നുണ്ട്. ഇതാണ് ആ സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അതാണ് സിംഹത്തിന്റെ കുഞ്ഞായാലും വലുതായാലും ഒരു ആറ്റിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ അവൻ നോക്കിക്കാണുന്നത് ആ സിംഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ അതിനെ ബേസ് ചെയ്താണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഇതാണ്, നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണേണ്ടത്, ഒരു ദൈവത്തിന്റെ പുത്രന്മാരെന്നും പുത്രിമാരെന്നും പറയാൻ നമ്മൾ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നായിരിക്കണം. ഹാലലൂയ. സ്തോത്രം. എന്നാൽ മാത്രമേ ദൈവം നമ്മളിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്ന ആ മഹത്വം അതേ അളവിൽ പുറത്തു വരികയുള്ളൂ. ഹാലലൂയ. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാൻ വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുമ്പോഴാണ് ദൈവം നമ്മളിൽ കൂടെ ഒരു വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനാണ് ഈ മഹത്വത്തിന് ഇത്രയും വലിയ മഹത്വം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യർ ദൈവം ഇട്ടുതന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യനെ റിസീവ് ചെയ്തതിനെ സ്വീകരിച്ച് നമ്മുടെ ഹാലയിലെ പുറത്തെ മനുഷ്യനിലൂടെ ഇത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വമായി മാറുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. ഹാലലൂയ. അതായത് നമ്മളിലൂടെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. ഹാലലൂയ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ വേറെ ഉണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ നമ്മളിലൂടെ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അതിനെ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതുപോലെ യേശു കർത്താവ് ചെയ്ത 2 കാര്യങ്ങൾ, കൂടാതെ നമ്മളിലേക്ക് ദൈവം പകർന്നു തരുന്ന കൃപ, നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം ഇട്ട് തരുന്ന കൃപ, അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ലക്ഷണമാണ്. ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയുവാൻ, പക്ഷെ ഇതെല്ലാം വേണ്ട അളവിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. നമ്മളതിനെ ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് കാണുക, ദൈവം ആഗ്രഹിക്കുന്നവർ നമ്മളതിനെ നോക്കി കാണുക. ഹാലലൂയ. സ്തോത്രം. അതായത് നമ്മളെക്കുറിച്ച് ദൈവം ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതായത് ദൈവത്തിന്റെ മഹത്വം, ഒരു രാജ്യത്തിന് ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഒരു പഴയകാല സമൂഹം നമ്മൾ പലപ്പോഴും കഥകളൊക്കെ വായിക്കുമ്പോൾ രാജാവ് പലപ്പോഴും ഓഫർ ചെയ്യുന്നത് ഇന്ന കാര്യം ചെയ്താൽ ഈ രാജ്യത്തിന്റെ പകുതിയോളം നിനക്ക് തരാം എന്നാണ് പലപ്പോഴും ഓഫർ ചെയ്യാറുള്ളത്. അത് രാജാവിന്റെ ഒരു മൈൻഡ് സെറ്റ്, രാജാവിന്റെ ഒരു സ്റ്റാൻഡേർഡാണ്. ഹാലലൂയ. സ്തോത്രം. ദ സെയിം വേ ദൈവം നമ്മളെ കുറിച്ച് ചെയ്യാൻ നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിതാവ് സകലത്തിനും അധികാരിയും സകലത്തിനും ശക്തനുമായിരിക്കുമ്പോൾ മക്കളാവാൻ നമ്മളോട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അവന്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം, നിലവാരത്തിനൊത്തവണ്ണം വലുതാ. പലപ്പോഴും നമ്മളത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒരു വേദനാജനകമായ ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളതിനെ ചുരുക്കി നമ്മുടെ ഇഷ്ടം പോലാക്കി നമ്മളതിനെ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായല്ലോ അല്ലെ? ദൈവം നമ്മളിലേക്ക് ദൈവത്തിന്റെ സ്ഥാനമൊത്തവണ്ണം ചിലത് തരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനെ ചുരുക്കി എടുത്തിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനൊത്തവണ്ണം അതിനെ കുറച്ച് കണ്ടിട്ട് അത് മാത്രം സ്വീകരിക്കാൻ നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷെ അതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും വലിയ അളവുകളിലാണ്, വലിയ അളവുകളിലാണ്. അത് ധനമായിക്കോട്ടെ, അത് കൃപയായിക്കോട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആയിക്കോട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യമായിക്കോട്ടെ, നമ്മളോട് ചെയ്ത ശുശ്രൂഷകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊത്ത വേണം. അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നുവോ അതേപോലെ നമ്മൾ നോക്കി കാണുവാൻ നമ്മൾ മനസ്സിനെ മാറ്റിയെടുക്കണം. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സഹായം അറിയുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് തുടങ്ങണം. അത് നമുക്ക് അകത്തെ മനുഷ്യനിൽ വരേണ്ട ഒരു മാറ്റമാണ്. ഈ അകത്തെ മനുഷ്യനുണ്ടാകുന്ന ഈ മാറ്റം പരിശുദ്ധാത്മാവിലൂടെ പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെട്ട് വരുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന പോലെ വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ അത് വീണ്ടും പറയുന്നു, ദൈവം നമ്മളെ കുറിച്ച് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളിലേക്ക് ചില കാര്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്താണോ ആഗ്രഹിക്കുന്നത് മനസ്സിലായാൽ അതിനെ ദൈവത്തിന്റെ സൈഡിൽ നിന്നോ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കി കാണുവാൻ തക്കവണ്ണം നമ്മൾ ഒരു വലിയൊരു ആഗ്രഹവും ദിവസങ്ങൾ നമ്മൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഉണ്ടാകണം. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ അകത്തെ മനുഷ്യൻ അങ്ങനെ ബലപ്പെട്ട് കഴിയുമ്പോഴാണ് അത് നമ്മുടെ പുറത്തെ മനുഷ്യനിലൂടെ പുറത്തേക്ക് നമുക്ക് ആക്കേണ്ട ഒരു ബോഡി ആവശ്യമാണ്. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഇച്ഛകളും അകത്തെ മനുഷ്യനിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പുറത്തേക്ക് വരണമെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ബോഡി ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ഫിസിക്കൽ ബോഡി അത് ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അതേപടി ഹല്ലേലൂയ പുറത്തേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കണം. ആ കാഴ്ചപ്പാടൊന്ന് മാറണം. ദൈവം നമ്മളെ കുറിച്ച് വലിയ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പേരൻസ് നമ്മളെ കുറിച്ച് വലുത് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ. പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുക. എനിക്കും അങ്ങനെയാവണം ചിന്ത ഉണ്ടാവണം. സെയിം വേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വലിപ്പമുള്ളതാണ്. നമ്മൾ പലപ്പോഴും അത് ചുരുക്കം കാര്യം ചെറുതായി മാത്രം കാണുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ ചിന്തകളെ അതേപടി ഉൾക്കൊള്ളുവാനുള്ള ഒരു മാറ്റം നമ്മൾ ദിവസങ്ങളിൽ ഉണ്ടാകണം. അതിനാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആ ധനം തിരിച്ചറിയുകയും അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുകയും ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കി കാണുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ നേരട്ടെ. ദൈവം എന്തിനെ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു അപ്രകാരം കാണുവാൻ, അതേപോലെ അതിന്റെ പെർസ്പെക്റ്റീവ് മാറ്റം ഉണ്ടാകുവാനുള്ള ഒരു പ്രാർത്ഥന നമ്മൾ നേരട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മൾ ഉറപ്പായിട്ട് സഹായിക്കും. അങ്ങനെയെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഒന്നുകൂടെ ഞാൻ അവസാനമായി പറയുന്നു, ദൈവം നമ്മളെ കുറിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അതേപോലെ നോക്കി കാണുവാൻ യേശു കർത്താവ് ചെയ്തതുപോലെ അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, നമ്മുടെ മനോഭാവത്തെ മാറ്റാം, പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് അതിനായി ആഗ്രഹിക്കാം. ഈ വാക്കുകൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.